ശ്രീ ഗണപതിക്ക് നമ. അഭിനമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതി ചിത്രം ഉണ്ടാകും. അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിന് ഓൾ എന്നൊരു വിഭാഗം എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ജൂൺ മാസം പിറന്നല്ലോ. ഇപ്പം ജൂൺ മാസത്തിലെ 24 നാളുകൾക്ക് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക. അശ്വതി ഭരണി കാർത്തിക 3 നാളുകളെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാര് ശുക്രൻ ഏറെക്കുറെ മാസം മുഴുവൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ജീവിത ആസക്തിക്കും ഭൗതികമായ നേട്ടങ്ങൾക്കും കാരണമാകുന്നതാണ്. ശനിയും വ്യാഴവും അനിഷ്ടത്തിൽ തുടരുകയാൽ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ചും ചില ഇനങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. അതായത് ശ്രദ്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുക എന്നുള്ളത്, ചെലവാക്കുന്നത്, അല്ലെങ്കിൽ കടബാധ്യത വരാം. അക്കാര്യത്തിൽ കൂടുതൽ ആവശ്യം, അതായത് കടബാധ്യത വരാം. കുടുംബത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ നിസ്സാരമായി കാണരുത്. ശനി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ രാഹുവിന്റെ ആകുലതയെ ഒട്ടൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ശനിദേവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഹു ദേവൻ അനുകൂലമായതിനാൽ ഒട്ടൊക്കെ മാറ്റങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. യാത്രകൾ കുറയ്ക്കുക, അതാണ് ഉത്തമം. അതായത് ജൂൺ 14 ശേഷം ജോലിയിൽ മെച്ചവും സ്വാസ്ഥ്യവും പ്രതീക്ഷിക്കാം. പഠനത്തിലും മുന്നേറാനാവും. ജൂൺ 7 ശേഷം പഞ്ചമഭാവത്തിൽ കുജകേതു യോഗം വരുന്നതിനാൽ അനാവശ്യ ആലോചനകൾക്കും മക്കളുടെ കാര്യത്തിൽ മനക്ലേശത്തിനും ഇടയുണ്ട്. കുജകേതു യോഗം വരുന്നതിനാൽ അനാവശ്യമായ ആലോചനകൾക്കും മക്കളുടെ കാര്യത്തിൽ മനക്ലേശത്തിനും സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രത്തിന്റെ കാര്യമാണെങ്കിൽ കുറച്ചധികം സമാശ്വാസങ്ങളും കുറച്ച് സമ്മർദ്ദങ്ങളും ഉണ്ടാകും. വ്യാഴം 3-നാകയാൽ തീരുമാനിച്ച കാര്യങ്ങൾ നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 12-ലെ ശനി പലപ്പോഴും ആലസ്യത്തിനും കർമ്മ ഭംഗത്തിനും കാരണമാക്കുന്നു. ചെലവ് കൂടാനിടയുണ്ട്. 5-ാം ഭാവത്തിലെ കുജ കേതു യോഗം വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിടിവാശി കൂട്ടും. ഭാവന കാട് കയറാം. ദൈവിക കാര്യങ്ങൾക്ക് തടസ്സം വരാനും സാധ്യതയുണ്ട്. മാസം പകുതിക്ക് ശേഷം ചെയ്യുന്ന തൊഴിൽ അഭിവൃദ്ധി വരാം. തൊഴിലില്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. രാഹുവിന്റെ സ്ഥിതിയാൽ രഹസ്യ വരുമാനം വന്നെത്തും. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് പ്രണയപുഷ്ടി, ദാമ്പത്യ സൗഖ്യം, ഭോഗസിദ്ധി എന്നിവയ്ക്ക് കാരണമാകുന്നതാണ്. ജീവിതത്തോടുള്ള തോന്നിയ അനിഷ്ടം ഇഷ്ടമായി മാറാം ഈ ഒരു കാരണം കൊണ്ട്. അതായത് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കത് തോന്നിയ അനിഷ്ടം ഇഷ്ടമായി മാറാം, ജീവിതത്തോട് തോന്നിയ. ഇതാണ് ഭരണ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിഭവങ്ങളും പരാതികളും ഉണ്ടാകും. വേണ്ടപ്പെട്ട ചിലരുടെ അവഗണന മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും ജീവിതത്തിന്റെ താളവും ഒഴുക്കും അഭംഗുരമായി തുടരുക തന്നെ ചെയ്യും. കൂടിയാലോചനകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരാം. വാക്കുകൾ പരിക്കനാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കാര്യമാണ്. പരിക്കനല്ലാത്ത രീതിയിൽ സംസാരിക്കുക. മേടക്കൂറുകാർക്കും രാഹുവും ഇടവക്കൂറുകാർക്ക് ശനിയും ഹിതകാരികളാണ്. കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം തെളിഞ്ഞേക്കും. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും മോശമല്ലാത്ത വരുമാനം ഉണ്ടാവുന്നതാണ്. മേലധികാരികളുടെ അപ്രീതി ഉദ്യോഗസ്ഥരെ വിഷമിപ്പിക്കാം. വീട്ടമ്മമാർക്ക് നവീന ഗൃഹോപകരണങ്ങൾ ലഭിക്കാം. അതിഥികളുടെ പ്രശംസാവചനങ്ങൾ കേൾക്കുവാനുള്ള അവസരം വന്നു ചേരും. അപ്പം ഇതൊക്കെയാണ് ഈ 3 നാളുകൾക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന മാറ്റം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.